ക്ഷീരമേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന ക്ഷീരകർഷകരുടെ ആവശ്യം ശക്തമാകുന്നു. കാലിത്തീറ്റയ്ക്കുണ്ടായ വിലവർധന അടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് കർഷകരുടെ വാദം. നിലവിലെ പരിപാലന ചിലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും കർഷകർ പറയുന്നു. ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ക്ഷീരകർഷകരുടെ ഭാഗത്തു നിന്നുയരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പാൽവില വർദ്ധിപ്പിച്ച കാലയളവിൽ 700 രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില. ഇന്ന് കാലിത്തീറ്റ വില ഇരട്ടിക്കടുത്ത് വർദ്ധിച്ചതായി കർഷകർ പറയുന്നു. കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വിലവർധനം അടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്ന് കർഷകർ പറയുന്നു. കർഷകന്റെ വില എന്ന് പറഞ്ഞാൽ 40, 41, 42 വില കൂട്ടുവാണെന്ന് ഇവർ പറയുന്നുണ്ട്. എങ്കിൽ പോലും വില കൂട്ടുന്നില്ല. കർഷകന്റെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലിത്തീറ്റയാണ് വെല്ലുവിളി. വില കൂട്ടുവാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ വില കൂട്ടി കൊടുക്കുന്നില്ല. കൂട്ടുവാണെന്ന് പറയാൻ 5 രൂപ അല്ലെങ്കിൽ 3 രൂപ കൂട്ടും, അല്ലെങ്കിൽ കർഷകന്റെ 2 രൂപ കൂട്ടി കിട്ടും. അതിൽ കൂടുതലായിട്ട് കാലിത്തീറ്റ കൂട്ടിയെടുക്കുകയാണ്. കാലിത്തീറ്റ എന്ത് കൊടുത്താൽ ഓക്ക, കടല പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, ഒരു ഗോതമ്പ് തവിട് ഇടുന്ന 1480 രൂപയാകും 50 കിലോയ്ക്ക്. നിലവിലെ പരിപാലന ചിലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും 1 ലിറ്റർ പാലിന് 50 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷീരമേഖല ലാഭകരമായി മുമ്പോട്ട് പോകുകയുള്ളൂവെന്നും കർഷകർ പറയുന്നു. കോവിഡ് കാലത്തെ അടച്ചിടലിൽ വരുമാനം നഷ്ടമായവർ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ പരിപാലന ചിലവ് താങ്ങാനാവാതെ വന്നതോടെ പലരും ക്ഷീരമേഖല ഉപേക്ഷിച്ചു കഴിഞ്ഞു. വേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ലിന്റെ ലഭ്യത കുറയും. ഈ സമയം തീറ്റ പുറമേ നിന്ന് വില നൽകി വാങ്ങി പശുക്കൾക്ക് നൽകേണ്ടി വരും. ഇത് ക്ഷീരകർഷകർക്ക് പിന്നെയും ബാധ്യത സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.